ഹലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇതാ അപ്പവും മുട്ടക്കറിയും കൊണ്ടാണ് വന്നേക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല സംഭവം. അപ്പോൾ ഇത് തിന്നാനെടുത്തപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു ഫുൾ ഡേ മൈ ലൈഫ് ചെയ്താലോ ഒന്ന്, ഫുള്ളായിട്ടൊന്ന് വീഡിയോ പിടിച്ചാലോ ഒന്ന്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കാം, പറ്റുമെന്ന് നോക്കാം. എത്രത്തോളം ആകുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റത് തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് വെള്ളം ചൂടാക്കാൻ വെക്കും. അതുപോലെ തന്നെ ചോറും വെക്കട്ടെ. ആ രണ്ട് പണി കഴിഞ്ഞാൽ തന്നെ എല്ലാ പണി കഴിഞ്ഞ പോലെ തോന്നും. അത് കഴിഞ്ഞത് ഇതെന്ത് സംഭവം എന്ന് പറയുക, അപ്പുറത്തെ വീട്ടിലുണ്ടാണ് ചീര ഉണ്ടാ. പണ്ട് ഞങ്ങൾ തക്കാളിയുടെ ഒപ്പിച്ച് നല്ല ടേസ്റ്റിലൊക്കെ ചെയ്യുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പം അപ്പുറത്തുണ്ടായി. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ടായിട്ട് മറന്നുപോയി. പിന്നെ വേറെ ഒന്നുമില്ല, ക്ലീനിങ് ആയിരുന്നു. ഞാൻ എന്നടിച്ചു വരുമ്പോൾ ഈ AC താഴെ ഒന്ന് അടിയിൽ ഇങ്ങനെ ഒരു ഇടണ്ട, അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴും. ഇനി പഠിച്ചു വരണം, പിന്നെ മീൻകാരൻ വരണുണ്ടെങ്കിൽ മീൻ വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ പണി. ഇനി 40ക്ക് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. 11:30 ആകുമ്പോഴാണ് പുള്ളി വരാറ്. അപ്പോൾ ആളുടെ നിന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കണ്ടപ്പോൾ തൊട്ടേ ഇവനിക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ച് കൊടുത്ത് നോക്കി, അതിൻ്റെ വാല് അവൻ പിടിക്കുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സംഭവം വെച്ച് കൊടുത്തപ്പോഴേക്കും അവൻ എടുക്കാൻ നോക്കിയിട്ട് അവനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇത് ക്ലീൻ ചെയ്ത് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവനെ കുളിപ്പിക്കണം, ഉറക്കണം, എന്നാലും ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇതിവിടെ വെച്ചിട്ട് ഇവനെ പോയി കുളിപ്പിക്കണം, ഇവനെ ഉറക്കണം. അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞ് ആൾ കയറി കിടക്കാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. ആൾക്കുള്ള ഉറക്കം വരുന്ന സമയമായിട്ടുണ്ട്. ഇനി അവനെ ഉറക്കിയിട്ട് അടുത്ത പണിയിലേക്ക് ഞാൻ ഇറങ്ങുകയുള്ളൂ. അതിനിടയിൽ ഇപ്പോൾ ഒരു സമയം 11:45 ആയിട്ടുണ്ട്. അടുത്ത വിശപ്പിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇക്കാക്ക് വന്നപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെയാണ് ഫ്ലേവർ വന്നത്. ആൽമണ്ട് ബട്ടർ സ്കോച്ച് എന്നാണ് കേട്ടോ ഫ്ലേവർ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, പറയാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി ഇനി എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവൻ എണീക്കണേ മുന്നേ വേണം എനിക്ക് വീട്ടിൽ പോകണം, ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരണം. ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്ത് വന്ന് പിന്നെ അത് അടുത്ത പണിയായിരുന്നു. മീൻ കറി വെച്ചിട്ടുണ്ട്, മീൻ വറുക്കണം, പപ്പടം വറുക്കണം, ചോറ് തിന്നണം. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറ് ഞാൻ. അപ്പം ചോറ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇത്തിരി ചോറും ഇത്തിരി മീൻ കറി, അതുപോലെ തന്നെ മീൻ വറുത്തതും പപ്പടും. അപ്പോൾ ഇന്ന് ഇവൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഇവനെ കൊണ്ടുപോയി അവിടെ ആക്കണം. അപ്പോൾ പോകാൻ നിൽക്കുമ്പോൾ അവനെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്നതിന് ആൾക്ക് ഇതിൽ കയറിക്കാൻ പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ കൊണ്ടുപോയി ഇനി സ്കൂളിലാക്കിയിട്ട് വരണം. ഇപ്പോൾ സമയം 2:45 3 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. അപ്പോൾ പോണ വഴിക്കാൻ ചോറ് ഇത്തിരി തിന്നുള്ളൂ ഉമ്മി, എനിക്ക് ദാഹിക്കണമെന്നും പറഞ്ഞ് കരിമ്പ് ജ്യൂസ് വാങ്ങിക്കാൻ നിർത്തി. സ്കൂളിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. പിന്നെ അവനവിടെ ആക്കി വന്ന വഴിക്ക് അവനവിടെ നിന്ന് പോരുന്നില്ല. കളിക്കണോടത്ത് പിള്ളേരെയൊക്കെ കണ്ടിട്ട് അവിടെ കളിക്കണമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കൂടെയിരുന്നു. ഇനി ഞങ്ങൾക്ക് 6 മണിയാകുമ്പോൾ തിരിച്ച് പോന്നാൽ മതി. അപ്പോൾ ഞാൻ ഇക്കാക്ക വന്നപ്പോൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറി. അപ്പോൾ ചായയുടെ സമയമുള്ള. അപ്പോൾ ഞാൻ വേറെ നല്ല മുട്ട വെച്ചും കരിമ്പ് ജ്യൂസ് തന്നെ കുടിച്ച് അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. 6:15 ആകുമ്പോഴേക്കാണ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ 6 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് ശിവാനിക്കുട്ടിയാണ്. Our aim is to make them the most efficient candidates to participate in the real life on Flowers TV. Her sensible acting was appreciated by many. Her character in the reflects not only her acting but പിള്ളേരുടെ ഡാൻസൊക്കെ തുടങ്ങി. ഒരുപാട് വീഡിയോസ് നമുക്ക് പിടിക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഇവൻ ചെറുതായതുകൊണ്ട് ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അത് കുറേ ഡാൻസൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ ലാസ്റ്റ് വന്നത്. ഇതാണ് എൻ്റെ മോൻ്റെ ഡാൻസ്. അത് കുഴപ്പമില്ല, നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അവനെയും കൊണ്ട് അവൻ്റെ രീതിയിൽ അവൻ കളിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. വേറെ വലിയവരുടെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നു. ഷവർമ വാങ്ങാനാണ് കയറിയത്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ പിടിക്കാൻ മറന്നുപോയി സത്യത്തിൽ ആ തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ വിശക്കണമുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഷവർമ തിന്ന് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂടെ കിട്ടിയ സലാഡ് തിന്നാൻ മറന്നുപോയത്. അപ്പോൾ പിന്നെ അതൊക്കെ തിന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ.